അമേരിക്കയുടെ 4ാമത്തെ F-15 ഇറാന്റെ വ്യോമ അതിർത്തിയിൽ തകർന്നു വീണതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. അമേരിക്ക ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ പെന്റഗണോ ഇത് ഔദ്യോഗികമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറാന്റെ സൈഡിൽ നിന്ന് IRGCയുടെ കൺഫർമേഷനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു യുദ്ധവിമാനത്തിന് ഇറാന്റെ സൈഡിൽ നിന്നാണ് ഇറാനാണ് വെടിവെച്ചിട്ടത്. ഇറാന്റെ വ്യോമാതിർത്തിയിലാണ് ഈ ഒരു വിമാനം തകർന്ന് വീണിട്ടുള്ളത്. വിവരങ്ങൾ അനുസരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറൻ ഇറാന്റെ വ്യോമ മേഖലയുടെ മുകളിലാണ് അമേരിക്കയുടെ F-15 സ്ട്രൈക്കർ ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിമാനം വെടിവെച്ചിട്ടത്. ഇതിന്റെ കൂടുതൽ കൺഫർമേഷൻ പറയുന്നത് ടോം കൂപ്പർ റിപ്പോർട്ട് ഉണ്ട്. അതായത് അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആ റിപ്പോർട്ടുകളുടെ കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ F-15 ആണ് ഇവിടെ തകർന്നു വീണത് എന്നാണ് വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗികമായിട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി മൗനമാണ്. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം പെന്റഗണിന്റെ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ സെൻട്രൽ കമാൻഡിന്റെ സൈഡിൽ നിന്നോ ഇതുവരെ ഇതിനുള്ള വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. മറ്റ് ചില വിശദീകരണങ്ങൾ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇറാന്റെ മറ്റൊരു ഫ്ലൈറ്റിനെ ആക്രമിച്ചിട്ടതാണ് എന്നുള്ള രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇറാനല്ല, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. അപ്പം ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന്റെ F-35 ഇറാന്റെ മറ്റൊരു ഫ്ലൈറ്റിനെ വെടിവെച്ചിട്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഇറാൻ കംപ്ലീറ്റ്ലി നിരാകരിച്ചിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റിനാണ് വീഴ്ത്തിയത് എന്നും പറഞ്ഞിട്ടാണ്. അതിന്റെ കുറേ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇറാന്റെ IRGCയുടെ സൈഡിൽ നിന്ന് ഇപ്പം വീഡിയോസ് അവർ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കുവൈറ്റിൽ 3 വിമാനങ്ങൾ ഇതുപോലെ തകർന്നു വീണിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തന്നെ പരസ്പരം ഞങ്ങൾ ഒരു ടൈം പാസിൽ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പറത്ത സമയത്ത് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ടതാണ് എന്നുള്ളൊരു പ്രതികരണമായിരുന്നു അന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്നും കുവൈറ്റ് മന്ത്രാലയത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്നത്. നമുക്കറിയായിരുന്നു ആരായിരിക്കും ഇത്, ആരുടെ മിസൈൽ കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ഡ്രോൺ ഇടിച്ചിട്ടാണ് ഇത് വീണത് എന്നുള്ളത് ചിന്തിക്കാവുന്ന നമുക്ക് ഏതൊരാൾക്കും ചിന്തിക്കാം. കാരണം ഇത് നമ്മൾ ഈ കടലാസ് വെച്ചിട്ടുണ്ടാക്കുന്ന പറത്തിന് പമ്പം പറവണ്ടല്ലോ, അതൊന്നും അല്ലല്ലോ ഇതിലെ വെറുതെ അങ്ങോട്ട് വെടിവെച്ചിടാനും 1, 2, 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ തള്ളിയിടാനും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലോട്ട് 4ാമത്തതും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഇസ്രായേലും അമേരിക്കയും എന്തുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി തകർത്തു എന്നാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ കംപ്ലീറ്റ്ലി തകർന്ന ഇസ്രായേലിൻ്റെ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ചിട്ട് ഇനിയിപ്പം ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റ് അവിടെ തകർന്നു വീണെന്ന് സമ്മതിച്ചു തന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം വെറുതെ ആളുകളെ പറ്റിയ ഒരു യുദ്ധതന്ത്രം മാത്രമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെ എന്നുള്ള ആ ഒരു വാശിയിലാണ് ഇപ്പം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ IDFന്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇനി യുദ്ധത്തിൽ എത്ര വലിയ വിലപിടിപ്പുള്ള വിമാനങ്ങൾ നഷ്ടപ്പെട്ട് എന്നതിൽ മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം അമേരിക്കയുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം 7500 കോടിയോളം ചെലവഴിച്ചിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സെനറ്റിൽ തന്നെ ഇന്നലെ ഒരു പ്രമേയം തള്ളിപ്പോയെങ്കിലും പക്ഷെ അവിടെ ആളുകൾ ഈവൻ അതിനെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി അമേരിക്കക്കാരുടെ ജീവൻ കൊടുക്കുന്നു, അമേരിക്കക്കാരുടെ കാശ് കൊടുക്കുന്നു എന്നും പറഞ്ഞ അമേരിക്കൻ സെനറ്റിൽ നിന്ന് ആളുകൾ കൂവി വിളിച്ച് അവരെ പോലീസ് തള്ളി മാറ്റുന്ന ചില രംഗങ്ങളും ഇന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ രംഗങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റിലോട്ട് വരുന്ന ചില അപ്ഡേറ്റുകൾ. ഇത് മാത്രമല്ല, ഇറാന്റെ നമുക്കറിയാം ഐറിഷ് തേനനെ മുഖ്യ ഒരു വാർത്ത നമ്മൾ എല്ലാവരും നല്ല കണ്ടു. 87 ആളുകൾ മരിച്ചിട്ടുണ്ട്. 87 ആളുകളുടെ മരിച്ച മൃതശരീരം കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകളുടെ ബോഡി ഈ കടലിൽ നിന്ന് കിട്ടാനുണ്ട്. അതിൻ്റെ പ്രതികാരമായിട്ട് ഇറാൻ അമേരിക്കയുടെ മറ്റൊരു എണ്ണക്കപ്പൽ ഇന്ന് മുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പേർഷ്യൻ ഉൾക്കടലാന്തോണ്ട് അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പൽ മുക്കിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് മാർച്ച് 5 പേർഷ്യൻ ഗൾഫ് കടൽ ഭാഗത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാണ് അമേരിക്കയുടെ ഈ ഒരു എണ്ണക്കപ്പൽ നേരെ ഇറാൻ്റെ IRGC ആക്രമണം നടത്തിയിട്ട് ആക്രമണത്തിൽ കപ്പൽ മുഴുവനായിട്ട് തീ പിടിച്ചു നശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വന്നത്. അതുമാത്രമല്ല, കുവൈറ്റ് തീരത്തെ സ്ഫോടനങ്ങൾ, കുവൈറ്റിൻ്റെ മുബാറക് അൽ കബീർ തുറമുഖത്തുണ്ടായിരുന്ന മറ്റൊരു ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനടുത്തുള്ള മറ്റ് ചില ബോട്ടുകളും ഈ സ്ഫോടനത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ നടന്നപ്പം അമേരിക്ക ഇതിന് പകരം വീട്ടാൻ വേണ്ടി വീണ്ടും, അതായത് ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാന്റെ മറ്റൊരു കപ്പൽ ഇപ്പം ഈ ശ്രീലങ്കൻ തീരത്ത് കൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഞങ്ങൾ അതിനെ വെടിവെച്ച് അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തകർക്കുമെന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് മറ്റൊരു ഇപ്പം പകരം വീട്ടൽ എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഹാലിളകിയിരിക്കുകയാണ്. തൊട്ടതൊന്നുമല്ല,
തൊട്ടതിൻ്റെ അപ്പുറത്ത് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറാൻ ഒരു ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാനിൽ വരുന്നുണ്ട്. അല്ലാതെ ഇറാൻ കംപ്ലീറ്റ്ലി ഇറാൻ്റെ അയൺ ഡോം സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇറാൻ നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തിൽ നാശനഷ്ടങ്ങളും ആൾനഷ്ടങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഉച്ച കഴിഞ്ഞ് പല സമയങ്ങളും ടെലവീവിലും ജെറുസലേമിലും ഭയങ്കരമായിട്ട് ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇല്ലാണ്ടായത് നമ്മൾ കുറേ വാർത്താ ക്ലിപ്പുകളിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്നലെ കുറേ പേര് ചോദിച്ചിരുന്നു, ദക്ഷിണ കൊറിയയുടെ നമ്മുടെ കിമ്മണ്ണൻ എന്താ പറയുക ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വാർത്തകൾ കണ്ടോ? അതെ, അങ്ങനത്തെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഇറാൻ ഒരു വട്ടം ഞങ്ങളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം, അവർക്ക് വേണ്ട എന്ത് ആയുധമാണ് ഏത് മിസൈലാണെന്നുള്ള ഞാൻ കൊടുക്കാം, ആ ഒരൊറ്റ മിസൈൽ മതി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കംപ്ലീറ്റ്ലി തകർക്കാൻ, പക്ഷേ എന്നോട് ആവശ്യപ്പെടണം എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ മറ്റൊരു വാർത്തയും കൂടെ പറയാം. അതായത് ദക്ഷിണ കൊറിയയിലെ ഇറാൻ അംബാസിഡർ സയ്യിദ് കച്ചൂരി അമേരിക്ക ഒരു കടുത്ത മുന്നറിയിപ്പ് ഇന്നലെ 2 ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ സൈന്യം ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തി കഴിഞ്ഞാൽ, അമേരിക്കൻ സൈന്യം ഡയറക്റ്റ് ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തി അല്ലെങ്കിൽ ഇറാനെ ഈ രീതിയിൽ മുന്നോട്ടടിക്കുകയാണെങ്കിൽ നിങ്ങൾ ശവപ്പെട്ടികൾ ഉണ്ടാക്കി വെച്ചോ, ഇറാൻ്റെ ആക്രമണം നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും എന്നാണ് ഇറാൻ്റെ കൊറിയൻ അംബാസിഡർ ആയിട്ടുള്ള സയ്യിദ് കച്ചൂരി പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ തന്നെയാണ് നമ്മുടെ കിമ്മിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്. ഞങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിന് അടിക്കാനുള്ള ഏത് തരത്തിലുള്ള മിസൈലുകളും ഞങ്ങൾ തരും എന്നുള്ള ഒരു പ്രസ്താവന വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പം ഇൻ കേസ് രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ അറിയില്ല, ഇറാൻ അത്തരത്തിലുള്ള ഒരു കാര്യം കൊറിയനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊറിയ ആ സാധനം എത്തിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ കിമ്മണ്ണനെ കളിയിലോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, പൊട്ടിക്കും പറഞ്ഞാൽ പൊട്ടിക്കും. അത് ഇസ്രായേലിലാണെങ്കിലും പൊട്ടിക്കും, അമേരിക്കയിലാണെങ്കിലും പൊട്ടിക്കും. പുള്ളിക്ക് എവിടെയെങ്കിലും ഒരു കളിക്കളം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. കളിക്കാനുള്ള സകല ബോളും ബാറ്റും കയ്യിലുണ്ട്. ഒരാൾ പോലും കളിക്ക് കൂട്ടുന്നില്ല. കളിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി അടിച്ച് കളിച്ച് അല്ലെങ്കിൽ പഞ്ചറാക്കുന്ന അവസ്ഥയിൽ കളിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. ഇതുവരെ യുദ്ധങ്ങളിലോട്ട് കൂട്ടാത്ത ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഇറാൻ അംബാസിഡറുടെ ഈ ഒരു പ്രസ്താവനയും കിമ്മിൻ്റെ ഈ പ്രസ്താവനയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പം അങ്ങനത്തെ ചില ചാൻസുകൾ ഇതിൽ കാണുന്നുണ്ട്, കൊറിയ ഇവരുടെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറാനുള്ള. ഇനി അതുമാത്രമല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള അവരുടെ എംബസികളോ അല്ലെങ്കിൽ മറ്റ് കോൺസുലേറ്റുകളോ അതല്ലാത്ത മറ്റ് പല ഭാഗങ്ങളിലോട്ടും ഭയങ്കരമായിട്ടുള്ള ബോംബിംഗ്, മിസൈലിംഗ്, ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് അബുദാബിയിലോട്ടും ഭയങ്കരമായിട്ട് ഇറാൻ്റെ ആക്രമണം നടന്നിട്ടുണ്ട്. 6 പേർക്ക് പരിക്ക് പറ്റിയെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം അമേരിക്കയുടെ ഏത് തരത്തിലുള്ള സംവിധാനങ്ങളും, അപ്പം അത് കോൺസുലേറ്റുകളും എംബസീസും അതല്ലെങ്കിൽ അവിടുത്തെ ബേസുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥാപന ജമ്പക വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തകർക്കണം എന്നുള്ള രീതിയിലാണ് ഇറാൻ്റെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ 2 ഖത്തറും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അബുദാബി 2 സ്ഥലങ്ങളിലോട്ട് നല്ല രീതിയിൽ ആക്രമണങ്ങൾ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് വൈകിട്ടും അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ ഒരു വാറിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് രാത്രി ലൈവ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമ്മുടെ അവസാനം ഗതികെട്ടാൽ പുലി പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലെ അവസാനം നമ്മുടെ ഗതികെട്ട് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെ മരിച്ചതിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജിയുടെ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ ജിയുടെ കുറിപ്പുകളും ജിയുടെ പോസ്റ്റുകളും ഒന്നുമല്ല, നമ്മുടെ വിദേശകാര്യ വക്താവ് നമ്മുടെ ഇറാൻ്റെ എംബസിയിൽ പോയിട്ട് അവിടെ അനുശോചന കുറിപ്പ് ബുക്കിൽ അതല്ലെങ്കിൽ ഈ അനുശോചന ബുക്കിൽ ഒക്കെ സൈൻ ചെയ്ത് പോന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും പുറത്തോട്ട് വരുന്നുണ്ട്. ഇത്രയും ദിവസമായി മരിച്ചിട്ട് 10 ദിവസത്തോളമായി. ഇപ്പോഴാണ് നമ്മുടെ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിലായി കുറേയും കൂടെ ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എടുത്തിട്ട് ഉടുക്കും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു അനുശോചനം ഇപ്പോഴെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യ വക്താക്കൾ അല്ലെങ്കിൽ വിദേശകാര്യ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. ഏതാണെങ്കിലും നമ്മൾ അത് എടുത്തപ്പോൾ തന്നെ നമുക്ക് അടുത്ത പണി വന്നത് നമ്മൾ ഇന്നലെ കണ്ടു. നമ്മളായിട്ട് വിളിച്ച് വരുത്തിയിട്ടുള്ള കൊലക്ക് കൊടുത്തിട്ടുള്ള ഒന്നല്ല ഒരു 100ന്റെ മേലെ ആളുകളെ കൊലക്ക് കൊടുത്ത നമ്മൾ അതിന് നമുക്ക് അനുശോചനവും കാര്യങ്ങളൊന്നും പറയാനില്ല. അതിലും കൂടെ അനുശോചിച്ച് കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹും മോദിനെ തിരിച്ചു നിർത്തി 2 ചന്തിക്കും അടിക്കും എന്നുള്ളത് മോദിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ആ അടി മേടിച്ചിട്ട് ഇനി വാ തുറക്കും എന്ന് തോന്നുന്നില്ല.